തസ്വീദ് ക്യാമ്പയിനോടനുബന്ധിച്ച് കണ്ണൂർ KMCC ഇന്ന് റിയാദിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ റാഷിദ് ഗസാലിയുടെ 90 മിനിറ്റ്സ് നിരുന്ന ആ ഒരു പ്രസന്റേഷനിൽ നിന്നും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം അദ്ദേഹത്തിന്റെ ഇതായിരുന്നു: കോവിഡാനന്തര ലോകത്ത് നിങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് റെലവന്റ് ആയ ഒരു ബിസിനസ് ആണോ അല്ലയോ? വളരെ ഷാർപ്പനായിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു അത്, അല്ലെ? ഇന്നും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് റെലവന്റ് ആണോ? ഒരു 5 വർഷത്തിനപ്പുറത്ത് 10 വർഷത്തിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ എത്രമാത്രം സാഹചര്യങ്ങളും സാധ്യതകളുമാണ് ഉള്ളത്? രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ആൻസർ അല്ല എന്നാണെങ്കിൽ വിത്തിൻ 3 ഇയേഴ്സ് ഈ ബിസിനസ്സിൽ നിന്ന് മാറി മറ്റൊരു ബിസിനസ്സിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുവാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? അത്തരത്തിലൊരു തീരുമാനം നിങ്ങൾ എടുക്കും എന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യം. അതും നമുക്ക് സാധ്യമല്ല, അല്ലെ? ഇന്നത്തെ ബിസിനസ് റെലവന്റ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു 3 വർഷത്തിന് അപ്പുറത്തേക്ക് ഈ ബിസിനസ്സിനെ നിർത്തി മറ്റൊരു ബിസിനസ്സിനെ സ്റ്റാർട്ട് ചെയ്യുവാനുള്ള ധൈര്യം നമുക്കുണ്ടോ? അതും നമുക്കില്ല. എങ്കിൽ നാം എന്താണ് ചെയ്യുന്നത്? പ്രശ്നങ്ങൾ എല്ലായിടത്തും തന്നെയുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെ നാം എങ്ങനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നാണ് നാം അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിനെ പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ടുന്ന രീതികളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. നമ്മൾ ഒരുപാട് നാളായി തുടർന്നു പോരുന്ന ഒരു രീതി പലപ്പോഴും ഓപ്പറേഷൻസിനും അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പും ബിൽഡ് ചെയ്യുന്നതിലായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. എത്രമാത്രം കസ്റ്റമേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പറേഷൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്കാണ്. എന്നാൽ ഇന്നോവേഷൻസും അതോടൊപ്പം തന്നെ ഇംപ്രൂവ്മെന്റിനുമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യന്റെ പ്രയോറിറ്റികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുതകുന്ന രീതിയിലേക്കുള്ള ടെക്നോളജിയും അതോടൊപ്പം തന്നെ ഇന്നോവേഷൻസും ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിലും നമ്മുടെ ഓർഗനൈസേഷൻ സ്ഥിരമായ ഇംപ്രൂവ്മെന്റും നാം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ടേക്ക് നീങ്ങേണ്ടുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, സ്ഥിരമായ ഒരു സംവിധാനവും നാം ഉണ്ടാക്കിയെടുക്കണം. ഒരു പക്ഷേ R&D നാം ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ ഒരു ലേണിങ്ങിനും വേണ്ടി നമ്മുടെ കൂട്ടത്തിലുള്ളവരെ സ്ഥിരമായി മുന്നോട്ടേക്ക് നീക്കുവാൻ, അവരെ കൂടുതൽ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി സ്ഥിരമായ സംവിധാനത്തോടു കൂടി അവരെ മുന്നോട്ടേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടുന്ന ലേണിംഗ് പ്രോസസ്സുകളും അതോടൊപ്പം തന്നെ ലേണിംഗ് ഡിപ്പാർട്ട്മെന്റുകളും നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കണമെന്ന് അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തി. ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നും എങ്ങനെയാണ് നാം ഓരോരുത്തരും ഒരു മോഡേൺ ബിസിനസ്സിലേക്ക് മാറേണ്ടത്? ഇന്നും പഴയ രീതിയിൽ 5, 10, 20, 30 വർഷങ്ങൾക്ക് ശേഷം ഒരേ രീതിയിൽ തന്നെയാണ് ഇന്നും നാം പോകുന്നത് എങ്കിൽ മുന്നോട്ടേക്കുള്ള യാത്ര വളരെ ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം നമ്മോട് പറയുകയുണ്ടായി. വേർഡ് ഓഫ് ദ ഡേ ആയി എനിക്ക് മനസ്സിലായ ഒരു കാര്യം: ആർ യു ഫോക്കസിങ് ഓൺ റിസൾട്ട് ഓർ ഇമ്പാക്ട്? ഇന്ന് ചെയ്യുന്ന ബിസിനസ്സിൽ ഇന്നത്തേക്കോ അല്ലെങ്കിൽ ഒരു ആഴ്ചയിലേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള റിസൾട്ടുകളാണ് നാം ഫോക്കസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലൂടെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക ആണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്? റിസൾട്ടുകൾ വളരെയധികം ചെറിയൊരു സ്പാൻ ഓഫ് ലൈഫിൽ മാത്രം സംഭവിക്കുന്നതാണ്. ചെറിയൊരു ടൈം പീരീഡിലേക്കാണ് ആ ബിസിനസ്സിന്റെ ഇമ്പാക്റ്റ് ആണ് നാം വളർത്തിയെടുക്കേണ്ടത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ചേഞ്ചസുകൾ വരുത്തുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മുടെ ഓർഗനൈസേഷനിലെ വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ നമുക്ക് വളരെ ഈസിയായി നടത്താൻ പറ്റും. പക്ഷേ നാം ഓരോരുത്തരും തന്നെ ഫോക്കസ് ചെയ്യേണ്ടുന്നത് ട്രാൻസ്ഫോർമേഷനിലേക്കാണ്. എങ്ങനെ നമ്മെയും നമ്മുടെ ഓർഗനൈസേഷനും പുതിയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണമെന്ന്
ചില സൂചനകൾ അദ്ദേഹം നൽകുകയുണ്ടായി. റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചു. എത്രമാത്രം ഓപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോരോ കാര്യങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നും, കൂടാതെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഏതൊരു ഓർഗനൈസേഷന്റെയും നട്ടെല്ല് എന്നും നാം ബോധ്യപ്പെടുത്തി. പലപ്പോഴും നാം എല്ലാവരും തന്നെ ചെയ്യുന്നത് ഫിനാൻഷ്യലി മിസ്മാനേജ്മെന്റും പലതരത്തിലുള്ള ഇൻവെസ്റ്റ് ഓപ്പർച്യൂണിറ്റികളും വരുമ്പോൾ അതിനെ വേണ്ട വിധത്തിൽ വളരെയധികം സൂക്ഷ്മതയോടുകൂടി നോക്കിക്കാണാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഫിനാൻഷ്യൽ സൈഡിൽ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും വളരുവാനും ഉയരുവാനും സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ചോദിച്ച മറ്റൊരു ചോദ്യം, എന്താണ് നിങ്ങളുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്നൊരു ചോദ്യം വന്നു. കൂടാതെ ഐഡന്റിഫൈ യുവർ വർക്കിംഗ് മോഡൽസ്. പലപ്പോഴും നാം ഓരോരുത്തരും തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ നാമേ ലീഡ് ചെയ്യുന്നത് ഇമോഷന്റെ മുകളിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നാം ഓരോരുത്തരും തന്നെ ഫോക്കസ് ചെയ്യപ്പെടേണ്ടുന്നത് ഡാറ്റ ബേസ്ഡ് അല്ലെങ്കിൽ ഡാറ്റ ഡ്രിവൻ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും തന്നെ ശ്രമിക്കേണ്ടതെന്നും, കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ സറൗണ്ടിങ്സിനെയും വീക്ഷിച്ചുകൊണ്ടും അതിലെ ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തിക്കൊണ്ടും മുന്നോട്ടേക്ക് നീങ്ങുക. അതിന് തീർച്ചയായിട്ടും ഡാറ്റകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇമോഷനല്ല കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്നും മനസ്സിലാക്കി തന്നു. തീർച്ചയായിട്ടും ഒരു 90 മിനിറ്റ് നീണ്ട ആ ഒരു പ്രസന്റേഷൻ ഒരുപാട് ഇൻസൈറ്റുകൾ ലഭ്യമാക്കി എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെ മലയാളി സമൂഹത്തിന് കണ്ണൂർ KMCC നൽകിയ ഒരു വലിയ ഒരു ഉപഹാരം തന്നെയായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. താങ്ക് യു റാഷിദ് സാർ. Thank you, KMCC Kannur Committee. Thank you very much. My name is Mujib Rahman from Alita Trading Establishment, Riyadh. Thank you.